ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി പാർലമെന്റ് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇന്നും സ്തംഭിച്ചു. എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയ പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 11 മണിക്കും 12 മണിക്കും ലോക്സഭ ചേർന്നെങ്കിലും മിനിറ്റുകൾ പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ പ്രസംഗങ്ങളും ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മറുപടിയും കഴിഞ്ഞതിനാൽ സഭ പിരിയുകയാണെന്ന് ചെയർ അറിയിച്ചു. സഭ की कार्रवाई सोमवार 9 मार्च 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. The House stands adjourned to meet at 11 a.m. on Monday, the 9th March 2026. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP ഇതര മലയാളി എംപിമാർ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 2 പ്രസംഗങ്ങളാണ് ഈ സമ്മേളനകാലം ഇളക്കിമറിച്ചത്. ചൈനീസ് സൈന്യത്തിന്റെ മുന്നേറ്റം നേരിടുന്നതിൽ മോദി മൗനം പാലിച്ചെന്ന കരസേന മേധാവി MM നരവനയുടെ പുസ്തകം ആധാരമാക്കിയായിരുന്നു ആദ്യ പ്രസംഗം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പുസ്തകം ഇറങ്ങിയിട്ടില്ലെന്നും ഉദ്ധരിക്കാനാവില്ലെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയും പ്രസംഗിക്കില്ലെന്ന കടുത്ത നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി മോദി ലോക്സഭയിലെ പ്രസംഗം ഒഴിവാക്കി. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതോടെ തീരുമാനമാകുന്നതുവരെ ചെയറിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് ഓം ബിർള വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പാർലമെന്റിനെ അറിയിക്കാത്തതിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് നൽകി പിടിച്ചു നിൽക്കാനായിരുന്നു BJPയുടെ നീക്കം. പ്രതിഷേധത്തിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ട ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് അടക്കം 8 എംപിമാർ അവസാന ദിവസം വരെ സഭയ്ക്ക് മുന്നിൽ സമരം തുടർന്നു. മീഡിയ 1, ഡൽഹി.